ഇതാണ്ടോ നമ്മൾ പറഞ്ഞ സ്കൂള്. കൊറോണ ആയതുകൊണ്ട് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഊട്ടിയിൽ ഇന്ന് വരെ ആരും വ്ളോഗ് ചെയ്യാത്തൊരു സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ആരും വീഡിയോയിൽ കാണിക്കാത്ത ഒരു സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തരാം. കിടിലം പ്ലേസ് ആണ്. കണ്ടോ, നമുക്ക് ലേക്ക് കാണാൻ പറ്റും ആ ഭാഗത്തായിട്ട്. ഇവിടെ കണ്ടോ, കിടിലം പ്ലേസ് ആണ്. കിടിലം പ്ലേസ് ആണ്. നമുക്കിതിലെ നടന്നു പോകാൻ പറ്റുന്ന വഴി കണ്ടോ. 2 സൈഡും പച്ച പുല്ല്, സെൻറ്ററിലൂടെ വഴി. ഒരു രക്ഷയില്ലാത്ത വ്യൂവും കാര്യങ്ങളും കണ്ടപ്പോഴാണ് ഇതെന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ ഇത് സ്കൂള്. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ക്ലൈമറ്റിൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ അത് ഇവിടുത്തെ കുട്ടികൾക്ക് മാത്രം കിട്ടിയുള്ളൊരു ഭാഗ്യമാണ് കേട്ടോ. ഇത് ഗവൺമെൻറ് കൂടിയാണ്, പ്രൈവറ്റ് അല്ല, ഗവൺമെൻറ് സ്കൂൾ കൂടിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഗവൺമെൻറ് സ്കൂൾ ഇങ്ങനെയാണോ? ഒരു വെറൈറ്റി ചെടി കാണിച്ചു തരാം കേട്ടോ. സ്കൂളിൻ്റെ മുറ്റത്തല്ല, കോമ്പൗണ്ടിലുള്ള. ഇതെന്താ, ഇതിൻ്റെ പേരെന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ഒരു സ്കൂളിൻ്റെ കോമ്പൗണ്ടാണെന്ന് പറഞ്ഞ സ്കൂൾ കേട്ടോ. അത്രക്ക് മനോഹരമാണ് ഇവിടെ. ഇവിടുന്ന് കാണുന്നൊരു വ്യൂ ഉണ്ടോ, ലേക്ക് പോകുന്നുണ്ടോ, അതിലെങ്ങനെ ലേക്ക് പോകുന്നുണ്ടോ. ഇവിടെയൊക്കെ പഠിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാലേ മഹാഭാഗ്യം. സ്കൂളിൻ്റെ ഗ്രൗണ്ടും കാരണം കാണിച്ചു അവിടെ. ഇനി ഇത് കണ്ടില്ലേ, അവിടെ ഒരു ഫുട്ബോൾ പോസ്റ്റും കാണുന്നുണ്ട്. നമ്മൾ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി കേട്ടോ. ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. കണ്ടോ എത്രത്തോളം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതെന്താന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇതാണ്ടോ അവരുടെ പ്ലേ ഗ്രൗണ്ട്. ഇവിടെ ഫുട്ബോൾ കോർട്ടും കാര്യങ്ങളും കാണുന്നുണ്ട്. അവിടെ ഒരു പോസ്റ്റ് വെച്ചാണ്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ അസൂയ ഒന്നാട്ടോ. കാരണം ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് പഠിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ. ഇവിടെ കണ്ടോ, ഇവിടെ ഈ സ്കൂളിൻ്റെ ബാക്ക് സൈഡിൽ ഫുള്ള് ഇതുപോലത്തെ ചെടികളാണ് കേട്ടോ. ഫുള്ള് ഇത് കണ്ടോ, പൂക്കൾ ഉണങ്ങിക്കഴിഞ്ഞാലും ആ പൂക്കൾ അതിൽ നിന്ന് നിന്നിട്ട് ആ പൂക്കൾ കായായി മാറുകയാണ്. കാണിച്ചു തരാം. ഇങ്ങനെ പൂക്കളതിന് ശേഷം അത് ഉണങ്ങി കഴിയുമ്പോൾ കണ്ടോ ഒരു തരം കായായിട്ട് മാറുകയാണ്. ഈ സ്കൂളിൻ്റെ ബാക്ക് സൈഡ് ഫുള്ള് ഇങ്ങനെ ഉണ്ടോ. ഇവിടെയുള്ള കുട്ടികളുടെ ഒക്കെ ഒരു ഭാഗ്യം. ഈ പ്ലേസിൻ്റെ ലൊക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആർക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വന്നിട്ട് ചെയ്യാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഈ ലൈക്കിൻ്റെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, കിടിലം വ്യൂ ഉണ്ടോ. മറ്റൊരു കാര്യം എന്ന് വെച്ചാലേ ഇവരിവിടെ ഫുട്ബോൾ കളിക്കുമ്പോൾ പന്തെങ്ങാനും അടിച്ച് ഈ കാട്ടിലോ അല്ലെങ്കിൽ ആ ലേക്കിലോ പോയി കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഒരു വിഷയമുള്ളത്. അപ്പം നമ്മളിവിടുന്ന് പോവാണ് കേട്ടോ. നമ്മൾ ഊട്ടിയിൽ നിന്ന് പോന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കണ്ടത്. ജസ്റ്റ് ഒന്ന് കയറി നോക്കി. പക്ഷെ കയറി നോക്കിയപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടെന്ന് തോന്നിയില്ല. ജസ്റ്റ് ഒന്ന് താഴേക്ക് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്ന് നോക്കിയതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സ്കൂളും ഇതിൻ്റെ ഇങ്ങനെ ഒരു കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടത് കേട്ടോ. ഞാനിപ്പോൾ ഈ നടക്കുന്നതേ ഒരു സ്കൂളിൻ്റെ വരാന്തയിലൂടെയാണ്. വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.
ഊട്ടിയിലെ സ്കൂളിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഉടനടി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും കേട്ടോ. നന്നായിട്ട് കഥക്കുന്നുണ്ട്, അതാണ് വോയിസ് ഒന്നും ക്ലിയർ ആവാത്തത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ.